Hi students, now you got a clear idea about what is a recursion and we discussed a little more programs about recursion like reverse of a string using recursion and finding factorial of a number using recursion and finding GSD of two numbers using recursion. And the next topic is the types of recursion. So recursion is a technique that breaks a problem into one or more subproblems that are similar to the original problem. അതായത് ഒരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാക്കി മാറ്റുക. ആ ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിനോട് സിമിലറാണ്. ഇപ്പം നമ്മൾ ഈ റിക്കർഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രോബ്ലം ആലോചിക്കുക. ഏതാണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്നിട്ടുള്ള പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ. അതിലെ ഓരോ ഫാക്റ്റ് 3 വിളിച്ചു, ഫാക്റ്റ് 2 വിളിച്ചു, ഫാക്റ്റ് 1 എന്ന് വിളിച്ചു. സോ ഫാക്റ്റ് 3 ആണ് നമുക്ക് കാണേണ്ടത്. അതിനെ എന്താക്കി വിളിച്ചു? അതിനേക്കാളും ചെറിയ പ്രോബ്ലമായ ഫാക്റ്റ് 2 ആയിട്ട് വിളിച്ചു. അതിനുശേഷം ഫാക്റ്റ് 1 ആയിട്ട് വിളിച്ചു. സോ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി റിക്കേഴ്സീവ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബേസ്ഡ് ഓൺ ഒരു റിക്കേർസീവ് ഫംഗ്ഷനെ നമുക്ക് പലതരത്തിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് അതായത് ആ ഫംഗ്ഷൻ എങ്ങനെ ഡയറക്റ്റ്ലി ആണോ ആ ഫംഗ്ഷനെ വിളിക്കുന്നത്, ഇൻഡയറക്റ്റ്ലി ആണോ വിളിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ഡയറക്റ്റ് റിക്കേർഷൻ ആൻഡ് ഇൻഡയറക്റ്റ് റിക്കേർഷൻ. അതിനുശേഷം അതിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പെൻഡിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക. അതായത് പെൻഡിങ് ഓപ്പറേഷൻസ് ഓരോ റിക്കേഴ്സീവ് കോൾസിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അപ്പോൾ അതായത് ടെയിൽ റിക്കേഴ്സീവും നോൺ ടെയിൽ റിക്കേഴ്സീവും. അതായത് നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചു. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് കണ്ടില്ലേ? റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് കണ്ടപ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. എന്നിട്ട് തിരിച്ച് വരുമ്പോഴാണ് പ്രിൻറ്റിങ് ചെയ്ത് തരുന്നത്. സോ ആ ഫംഗ്ഷനിലെ ബാക്കി ഒരു ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കി ലൈൻ ഉണ്ട് ഇല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടെയിൽ റിക്കേഴ്സീവ് ആണോ നോൺ ടെയിൽ റിക്കേഴ്സീവ് ആണോ. സോ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിനുശേഷം ദ സ്ട്രക്ചർ ഓഫ് കോളിംഗ് പാറ്റേൺ, എങ്ങനെയാണ് നമ്മൾ ആ റിക്കേഴ്സീവ് ഫംഗ്ഷനെ വിളിക്കുന്നത്? ലീനിയർലി ആണോ റിക്കേഴ്സീവ് പോകുന്നത്, ഒരു ട്രീ സ്ട്രക്ചർ ആണോ പോകുന്നത്? സോ അങ്ങനെ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഇത്രയും ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിക്കേർഷനെ പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് കേസാണ് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ് ഡയറക്റ്റ് റിക്കേർഷൻ. ഡയറക്റ്റ് റിക്കേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വിളിക്കുക. ഒരു ഫംഗ്ഷൻ is said to be directly recursive is explicitly calls itself. നോക്കൂ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ്, n=0 ആണെങ്കിൽ റിട്ടേൺ n, അല്ലെങ്കിൽ ഫംഗ്ഷൻ n-1. കണ്ടോ, ഡയറക്റ്റായിട്ട് നമ്മളതിനെ വിളിക്കുക. ഇങ്ങനെ ഡയറക്റ്റ്ലി വിളിക്കണതിനെ ഡയറക്റ്റ് റിക്കേർഷൻ എന്നാണ് പറയുക. ഇനി എപ്പോഴാണ് ഇൻഡയറക്റ്റ് റിക്കേർഷൻ എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് റിക്കേർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിലെ റിട്ടേൺ ഫംഗ്ഷൻ 2, അതായത് ഇവിടെ നിന്നും വിളിക്കുന്നത് നേരെ ഇവിടുത്തെ ഒരു ഫംഗ്ഷനെയാണ്. ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുന്നത് ഇതിനെയാണ്. ഇങ്ങനെയാണ് റിക്കേർഷൻ നടക്കുന്നത്. കണ്ടോ, അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെയല്ല വിളിക്കുന്നത്. ഒരു ഫംഗ്ഷനിൽ നിന്നും വേറൊരു ഫംഗ്ഷനിലോട്ട് റിക്കേർസീവ് കോൾ വരുന്നതിനെ ഇൻഡയറക്റ്റീവ് റിക്കേർഷൻ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ടെയിൽ റിക്കേർഷൻ എന്ന് പറയുമ്പോൾ? ടെയിൽ റിക്കേർഷൻ എന്ന് പറയുമ്പോൾ നോ ഓപ്പറേഷൻസ് ആർ പെൻഡിങ് ടു ബി പെർഫോംഡ് വെൻ ദ റിക്കേർസീവ് ഫംഗ്ഷൻ റിട്ടേൺസ് ടു ഇറ്റ്സ് കോളർ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാക്കിൻ്റെ വിളിച്ചപ്പോൾ പറഞ്ഞു, നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എവിടെ നിന്നാണോ വിളിക്കുന്നത് അത് കോളിംഗ് ഫംഗ്ഷനും എവിടേക്ക് എത്തുന്നു ഇത് കോൾഡ് ഫംഗ്ഷനോ എന്ന് പറഞ്ഞു. കോൾഡ് ഫംഗ്ഷൻ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഫംഗ്ഷനിലെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ടെയിൽ റിക്കേർഷൻ എന്ന് പറയും. സോ ആ ടെയിൽ റിക്കേർഷനെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് ടെയിൽ റിക്കേർഷൻ ആണോ നോൺ ടെയിൽ റിക്കേർഷൻ ആണോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫാക്റ്റ് 1 റിട്ടേൺ ചെയ്ത് മുകളിലെത്തുമ്പോൾ നമ്മൾ 2 × 1 ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ബാക്കി ഉണ്ട് ചെയ്യാൻ. 2 × 1 2 റിട്ടേൺ ചെയ്യുമ്പോൾ മുകളിൽ 3 × കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പെൻഡിങ് ഉണ്ട്. പെൻഡിങ് ആയിട്ടൊരു ഓപ്പറേഷൻ അവിടെ കിടക്കുന്നത് കൊണ്ട് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ ടെയിൽ റിക്കേർസീവ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഇനി ടെയിൽ റിക്കേർസീവ് ഫംഗ്ഷൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ പെൻഡിങ് ആയിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് അവർ പറഞ്ഞിരിക്കണോ, ഈ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഞാൻ പറഞ്ഞു എന്താണ്? ടെയിൽ റിക്കേർഷൻ നോൺ ടെയിൽ റിക്കേർഷൻ ആണോ ടെയിൽ റിക്കേർഷൻ ആണോ, അതായത് പെൻഡിങ് പാടില്ല. പക്ഷെ നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് നോൺ ടെയിൽ റിക്കേഴ്സീവിന് എക്സാമ്പിളാണ്. ഇതവിടെ പറഞ്ഞിരിക്കുന്നു അവർ ഫാക്ടോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോൺ ടെയിലാണ്. അതിനെ എന്താക്കി മാറ്റാം? കണ്ട
എൻ ഇൻറ്റു, അതായത് ഈ എൻ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഇതാണ് അവിടെ പെൻഡിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ. അതിനെ ടെയിലാക്കി മാറ്റാം. അതാണ് അവരൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്? ഒന്ന് മോഡിഫൈ ചെയ്തു പ്രോഗ്രാം, നോക്കി നോക്കൂ. ഇൻറ്റു ഫാക്ട്, അതായത് ഫാക്ട് 3 എന്ന് വിളിക്കുമ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് ഇവിടെ നമ്മൾ വിളിക്കുന്നത് റിട്ടേൺ ഫാക്ട് 1n-1 എന്നാണ്. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ നിന്നും നമ്മൾ വേറൊരു ഫംഗ്ഷൻ. ഇപ്പോൾ ഇത് ഡയറക്റ്റ് റിക്കേഷൻ ആണോ ഇൻഡയറക്റ്റ് ആണോ? ഇത് ഇൻഡയറക്റ്റ് ആണ്. കാരണം ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്തത്. കണ്ടോ? ഇത് ഇൻഡയറക്റ്റായി. എന്നിട്ട് ഈ ഫാക്റ്റിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫാക്ട് 1ൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മുന്നേ പറഞ്ഞ ഇൻഡയറക്റ്റ് മാതിരി ഇങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല. സോ ഇത് മുഴുവനായിട്ടും നമുക്ക് ഇൻഡയറക്റ്റ് എന്ന് പറയാനും പറ്റില്ല. എന്നാലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? ഫാക്ട് 1 ആണ് റിക്കേഴ്സീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതിന് നമ്മൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇൻഡയറക്റ്റ്ലി വിളിച്ചെങ്കിലും റിക്കേർഷൻ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മളിത് ഫസ്റ്റ് സൈഡിൽ ഇത് നമ്മൾ ഇൻഡയറക്റ്റ് ആണെന്ന് വിചാരിച്ചാലും ഇവിടെ ഡയറക്റ്റ് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം അതല്ല വിഷയം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഫാക്റ്റിൻ്റെ കാര്യമായിരുന്നു. അതായത് എങ്ങനെയാണ് നോൺ ടെയിലിനെ ടെയിൽ റിക്കേഷനാക്കി മാറ്റുക. ടെയിൽ റിക്കേഷൻ പറയുമ്പോൾ പെൻഡിങ് ഓപ്പറേഷൻ പാടില്ല. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചു, റിട്ടേൺ ചെയ്യേണ്ടത് ഫാക്ട് n-1. സോ ഫംഗ്ഷൻ ഇവിടെ വന്നു. n എന്ന് പറയുമ്പോൾ 3ഉം 1ഉം അല്ലേ വരുന്നത്. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ റിട്ടേൺ റിസൾട്ടാണ്, RES റിസൾട്ടായിട്ടുള്ളത്. എൽസ് ആണെങ്കിൽ ഫാക്ട് 1 n-1, n ഇൻറ്റു റിസൾട്ട്. കണ്ടോ? ഇവിടെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ഇവിടുന്ന് വിളിക്കുമ്പോൾ ഫംഗ്ഷൻ കൺട്രോൾ ഇങ്ങോട്ട് പോയിട്ട് എങ്ങനെ വരും? 3 ആണെങ്കിൽ 2, n എന്ന് പറയുന്നത് 3 ഇൻറ്റു 1 എന്നാണ് പിന്നെ വിളിക്കുന്നത് ഫംഗ്ഷൻ. പിന്നെ ഫംഗ്ഷൻ വിളിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്നും നമ്മൾ വീണ്ടും ഫംഗ്ഷൻ, അപ്പോൾ ഇവിടെ നിന്നും കൺട്രോൾ ഇവിടേക്ക് വന്നെങ്കിൽ അടുത്ത n എന്ന് പറയുന്നത് 2 ആണ്. സോ അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 2 - 1, 1, 3 ഇൻറ്റു 2. കണ്ടോ? വീണ്ടും ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഇവിടെ n ആണ്, n റിട്ടേൺ ചെയ്യുന്നത് 1 തന്നെയാണ്. അപ്പോൾ n = 1 ആണെങ്കിൽ റിട്ടേൺ റിസൾട്ട്. സോ 1 ഇവിടെ റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് ടോട്ടൽ എത്ര ആൻസർ കിട്ടും? 3 ഇൻറ്റു 2, 6 എന്നിട്ടുള്ള വാല്യൂ. അതാണ് അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പെൻഡിങ് ഓപ്പറേഷൻ ഒഴിവാക്കിയിട്ട് ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. ഇങ്ങനെ നമുക്ക് ടെയിലിനെ നോൺ ടെയിലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം സ്റ്റാക്ക് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഓൺലി ദ വാല്യൂസ് ഓഫ് n ആൻഡ് റിസൾട്ട് ടു ബി സ്റ്റോർഡ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി നമ്പർ ഓഫ് റിക്കേഴ്സീവ് കോൾസ്. എത്ര റിക്കേഴ്സീവ് കോൾസ് ഉണ്ട് എന്നതിന് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആയി. ഈ വാല്യൂസൊക്കെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുക? സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്സിലറി പാരാമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാം. The next one is ലീനിയർ ആൻഡ് ട്രീ റിക്കേഷൻ. നമ്മൾ ലീനിയർ റിക്കേഷൻ എന്താ, ട്രീ റിക്കേഷൻ എന്താണോ പറയുന്നത്. നമ്മൾ പറഞ്ഞ റിക്കേഴ്സീവ് എങ്ങനെയായിരുന്നു ഓർക്കുക? ഫാക്ട് 3യിൽ നിന്നും ഫാക്ട് 2ലേക്ക് പോയി, 2ൽ നിന്നും 1ലേക്ക് പോയി, ഈ വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തു, ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തു. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആ വീഡിയോത്തെ കാര്യം ഓർക്കുക. അത് ലീനിയറാണ്, ലീനിയർ ആയിട്ടാണ് പോയത്. അപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോഴും നോൺ ലീനിയർ എന്ന് പറയുമ്പോഴും എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ട്രീ റിക്കേഴ്സീവ്. അതായത് നോൺ ലീനിയർ റിക്കേഴ്സീവ് ആവണമെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഓപ്പറേഷൻ മേക്സ് അനദർ റിക്കേഴ്സീവ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ. അതായത് നോക്കിയോ, ഫിബൊനാച്ചി അതിന് എക്സാമ്പിളാണ്. ഫിബൊനാച്ചി n-1 പ്ലസ് ഫിബൊനാച്ചി n-2. ഇത് പെൻഡിങ് ഓപ്പറേഷനാണ്. ഇവിടുന്ന് വാല്യൂ ഇങ്ങോട്ട് വന്നാലും ഇവിടെ വേറൊരു റിക്കേഴ്സീവ് കോൾ ഉണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? നോൺ ലീനിയർ ആയിട്ട് മാറും, ട്രീ സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, ഫിബൊനാച്ചിയുടെ റിക്കേഴ്സീവ് പ്രോഗ്രാം മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി ഒരു ടവർ ഓഫ് ഹാനോയി നമുക്ക് സിലബസിൽ ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കുക. മെയിൻ അപ്ലിക്കേഷൻ ഓഫ് റിക്കേഷൻ്റെ മെയിൻ അപ്ലിക്കേഷനാണ് ടവർ ഓഫ് ഹാനോയി. ടവർ ഓഫ് ഹാനോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല എന്ന് പറയരുത്, ജസ്റ്റ് ഇത് റിക്കേഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അതായത് 3 ടവേഴ്സ് ഉണ്ട്. എന്ത് ചെയ്യണം? ഇതിലിപ്പോൾ 1, 2, 3 ഉണ്ട്, ഏറ്റവും കുറവുള്ളത്. ഇതിനെ എവിടേക്ക് മാറ്റണം? 3ലേക്ക് മാറ്റണം. ഇങ്ങോട്ട് മാറ്റുമ്പോൾ എപ്പോഴും വലുതിൻ്റെ മുകളിലാണ് ചെറുത് പാടുള്ളൂ, അങ്ങനെയാണ് മാറ്റാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് മാറ്റണം. ആ ഒരു അപ്ലിക്കേഷൻ റിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി. ടവർ ഓഫ് ഹാനോയി ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക തിയറി പാർട്ട്. റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിലബസാണ്, അതിലത്തെ പോയിൻറ്റ്സ് മെയിനായിട്ട്
ഒന്ന് തിയററ്റിക്കൽ വന്നു കഴിഞ്ഞാൽ എഴുതാൻ മാത്രം ഒന്ന് ക്യാപ്പബിൾ ആക്കി വെക്കുക. റിക്കേഷനും ഐട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. റിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതായത് ഫാക്ട് 3, 2, 1 എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് അങ്ങോട്ടാണ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് നമുക്കൊന്നും അറിയില്ല, അറിയാത്തൊരവസ്ഥയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, വാല്യൂസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമുക്ക് വാല്യൂസ് ഒന്നും അറിയില്ല, അറിയാത്തതിൽ നിന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് വാല്യൂ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഒരു മെയിൻ പ്രശ്നം ഐട്രേഷന് റിക്കേഷന് കുറേ ടൈം വേസ്റ്റാണ്. റൺ ടൈമും അതൊക്കെ സ്റ്റാക്കിലേക്ക് ഇടുക, പുഷ് ചെയ്യുക, എടുക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ കുറേ വേസ്റ്റ് ആവുന്നുണ്ട് ടൈം. റിക്കേഴ്സീവ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ കുറച്ച് ഓവർഹെഡ് ഉണ്ട്. റൺ ടൈമിൽ സ്റ്റാക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ജമ്പിങ് ടു ദ ഫംഗ്ഷനിലേക്ക് പോകുന്നു. അതിലത്തെ പാരാമീറ്ററും ലോക്കൽ വേരിയബിൾസും എല്ലാതും എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ടത് ബാക്കി അടുത്ത ഫംഗ്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്നും ചെയ്യുമ്പോൾ അങ്ങനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇനി റിട്രൈവ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കും ചെയ്യുക. ഇത്രയും ടൈമിംഗ് ഒക്കെ വേസ്റ്റാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ റിക്കേഴ്സീവ് ടോപ്പിക് ഓവർ. എന്താ പറയുന്നത്, ഷോർട്ട് ആൻഡ് സിമ്പിൾ റിക്കേഴ്സീവ് നമുക്ക് ഉണ്ടാക്കാം. കോഡ് ഭയങ്കര ക്ലിയർ ആവണം, ഈസി ടു യൂസ് ആണ്. ഒറിജിനൽ ഫോമുലയോട് ഭയങ്കര സിമിലർ ആണ് നമ്മൾ ഉണ്ടാക്കുന്ന കോഡും. ഒരു ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡാണ്. വലിയൊരു പ്രശ്നത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി സോൾവ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റിക്കേഷൻ ചെറിയ കേസിലൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. ഡ്രോബാക്സ് എന്താണ്, റീഡേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ സംഭവം മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ട്. അതെങ്ങനെയാണ് ഉള്ളുന്ന് വിളിക്കണത്, അങ്ങനെയൊക്കെ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്റ്റാക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. സ്റ്റാക്ക് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിസ്റ്റത്തിലെ സ്റ്റാക്കിൻ്റെ സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇടയിൽ വെച്ച് ബ്ലോക്ക് ആയെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് സ്ലോ ആയി പോകും പ്രോസസ്സ്. പിന്നെ കമ്പയർഡ് ടു അതർ വെച്ചിട്ട് മെമ്മറിക്ക് എടുക്കുക, സ്റ്റാക്ക് കയറ്റുക, പുഷ് ചെയ്യുക, പോപ്പ് ചെയ്യുക, ഇത്രയും കാര്യം ചെയ്യും. സോ അതെന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബഗ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ടോപ്പിക് റിക്കേഷൻ. താങ്ക് യു.